ഹായ് ഹലോ രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനി കുളിച്ച് ഡ്രസ്സൊക്കെ മാറണം. അങ്ങനെ ഇന്ന് അത്തം സ്റ്റാർട്ട് ചെയ്തു. ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷൻ മോഡൊക്കെ വന്ന ഒരു ഫീലുണ്ട്. രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പം ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. എന്നാലും ഒരു സമാധാനമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അങ്ങനെ കാര്യപ്പെട്ട മഴയൊന്നും ഇല്ല. തുണികളാണെങ്കിൽ ഒരുപാട് അലക്കിയത് ഉണങ്ങാനുണ്ട്. ഒരു തണുപ്പാണ് എല്ലാത്തിനും ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊരു സമാധാനമുണ്ട്. ഇനി മുടിയൊക്കെ ഒന്ന് ഈരിക്കെട്ടി ഒതുക്കി വെക്കാം. കാര്യം ഇന്നലെ ഞാൻ മുടി ഒന്ന് ഈരിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. സോ അതൊക്കെ ചെയ്തിട്ട് വേണം കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് ചായ എടുക്കാം. 3 ഗ്ലാസ് ചായയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അച്ചമ്മയ്ക്കും 1 ഗ്ലാസ് എനിക്കും. അതും വളരെ കടുപ്പം കുറച്ചിട്ട് ലൈറ്റായിട്ടുള്ള ചായയാണ് ഞങ്ങൾക്കിഷ്ടം. അച്ചമ്മയ്ക്കുള്ള ചായ എടുത്ത് റൂമിൽ അച്ചമ്മയ്ക്ക് ചായയും കൊണ്ട് കൊടുത്തു. പിന്നെ എനിക്കുള്ളതാണ്. അപ്പം ഈ ഈ ഒരു ടവലുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം. അതിന് മുന്നേ ഞാൻ ഈ ചായ എടുക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വിരിച്ചിടും. അതിപ്പോൾ ചെയ്തൊരു ശീലമായി. കുടിക്കാനുള്ള വെള്ളമാണ് ആ കലത്തിൽ വെച്ചിട്ടുള്ളത്. ഇനി എൻ്റെ ചായ എടുത്ത് വന്ന് തിണ്ണയിലിരുന്ന് റിലാക്സ്ഡ് ആയിട്ട് ചായ കുടിക്കാം. എനിക്ക് രാവിലത്തെ ചായ ആയാലും വൈകുന്നേരത്തെ ചായ ആയാലും കുടിക്കുമ്പം റിലാക്സ്ഡ് ആയിട്ട് ധൃതി പിടിക്കാതെ സമാധാനത്തിൽ കുടിക്കണം. ഇത് ഗോതമ്പ് ദോശയാണ് ചുട്ടെടുക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. അതാവുമ്പം കറി ഇല്ലാണ്ട് കഴിക്കാനും നല്ലതാണ്. അച്ചമ്മയ്ക്ക് കറി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർത്തത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വന്ന മാവ് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു 3-4 ദോശയ്ക്കുള്ള മാവ് ഉണ്ടാവും. ഇത് ഇന്നലെ മുളകിട്ട് വെച്ച മത്തിക്കറിയാണ്. ഇതിൽ 2 പീസുണ്ട്. അപ്പം ഇത് കൂട്ടിയിട്ട് എനിക്ക് കഴിക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പാൻറ്റൊക്കെ മാറിയിട്ട് ജീൻസ് എടുത്തിട്ടിട്ട് ടോപ്പൊന്നും മാറുന്നില്ല. ഒന്ന് പുറത്തേക്ക് സൂപ്പർ മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടേ ഉള്ളൂ. അതെല്ലാം വാങ്ങി നേരെ വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്കത്തേനുള്ള മീൻ വറുക്കണം. പിന്നെ ചോറും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അവിടെ ഇരുന്ന് റെഡി ആവുന്നുണ്ട്. വേറെ കാര്യപ്പെട്ട പണികളൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് ഇനി എനിക്കങ്ങനെ പണിയൊന്നുമില്ല. ജസ്റ്റ് ഫുഡ് കഴിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ.